ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിലാണെങ്കിൽ ഫേസിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അലർജിയുടെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ നല്ല സാധനമാണ് കേട്ടോ. ഈ ഒരു ഷാമ്പു ആണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിന് ഇതുപോലെ 2 പെർഫ്യൂമാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ വണ്ടി കിട്ടി. ഇനി നമുക്ക് ഇപ്പോൾ ഈസ്റ്റിലാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പാലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഒറ്റപ്പാലത്ത് നമ്മുടെ കാറ് സർവീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ബസ്സിലാണ് കേട്ടോ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ബസ്സിലാണ് ചേട്ടൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചാടി ഓടി ഇറങ്ങി, ചേട്ടൻ്റെ ഒപ്പം ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 1-2 സാധനങ്ങളും വാങ്ങാനുണ്ട് ഒറ്റപ്പാലത്ത് നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബസ്സിൽ പോകുന്നത്. എനിക്ക് ബസ്സിൽ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സൈഡ് വിൻഡോ സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കോസ്മെറ്റോളജി പഠിച്ച സമയത്താണ് കേട്ടോ ഇതുപോലെ ബസ് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ ആയി ബസ്സിലൊന്നും അങ്ങനെ യാത്ര ചെയ്യാറില്ല. അപ്പോൾ ഒറ്റപ്പാലത്ത് ഈസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ഈ വർക്ക്ഷോപ്പ് എന്ന് പറയണത്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കാൻ നമ്മൾ പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പാർട്സ് കുറച്ചവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ അവർ വണ്ടിയിൽ വെച്ചെന്നു. അതുപോലെ തന്നെ വണ്ടി ചേട്ടൻ ഒന്നും കൂടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നുണ്ട്. അത് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ എടുത്തത്. ഇനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണ്ടേ എന്നുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാർട്സ് നമ്മൾ ഇതുപോലെ ഇനി ആ പാർട്സ് നമുക്ക് ഈ ഒരു ആക്രിക്കടയിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് വെറുതെ എന്തിനാ അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ആക്രിക്കടയിൽ കൊടുക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഇറങ്ങി പോയിട്ടുണ്ട്. അവിടേക്ക് പോകണം കേട്ടോ. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയിട്ട് 1-2 കടയിൽ കയറാനുണ്ട്. പർച്ചേസിങ് 1-2 സാധനങ്ങളുള്ളൂ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി പറ ശ്രദ്ധിച്ച് പറ. ആദ്യം സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ബാക്കി പറയുക. ഇനി എല്ലാം പറയണ്ട. അതിൻ്റെ ശരിയാക്കിയ പാർട്സ് കൊടുത്തിട്ട് 201 രൂപ. എത്ര രൂപ കിട്ടി? 213 രൂപ കിട്ടിയില്ലേ? ഇനിയിപ്പോൾ നമുക്ക് അതും കൊണ്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. 213 കൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും അത് കളഞ്ഞു പോകേണ്ട സാധനമായിരുന്നു. നമ്മുടെ വണ്ടി ശരിയാക്കിയപ്പോൾ മാറ്റിയ പാർട്സ് ആണ് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് 213 രൂപ കിട്ടി. സാധാരണ ചിലപ്പോൾ അവിടെ വെച്ചിട്ട് പോരാറ പതിവ്. അവരെടുത്ത് വണ്ടിയിൽ വെച്ച് തന്നു. അവര് സാധാരണ ചിലപ്പോ നമ്മൾ എടുക്കാറില്ല. അപ്പൊ ഇന്ന് എടുത്ത് നമ്മൾ കൊടുത്തപ്പോ എത്ര വില കിട്ടും എന്നുള്ളത് നോക്കിയതാട്ടോ. 213 രൂപ കിട്ടി. അങ്ങനെ നമ്മൾ എത്തിയത് അറേബ്യൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സർപ്ലസ് കടയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു ടീഷർട്ട് നോക്കിയിട്ടാണ് വന്നത്. പക്ഷെ അവിടെ കിട്ടിയില്ല. അവസാനം നമ്മളൊരു മാക്സി ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തിട്ട് പോന്നു. പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് നീലയുടെ കഫേയിലേക്കാണ് കേട്ടോ. ലൈവായിട്ട് കിട്ടുന്ന കഫേയിലേക്കാണ് നമ്മൾ. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പോകുന്നത്. അവിടെ ഒരു പാർക്കിങ്ങിന് 30 റുപ്പീസാണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് നമ്മൾ നീലയുടെ കഫേയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ 2 ബർഗർ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ 2 ബർഗറിന് 100 അപ്പം 200 നമുക്ക് കിട്ടിയ പൈസ അവിടെ തന്നെ പോയി. പിന്നെ 30 റുപ്പീസ് പാർക്കിങ്ങിലും പോയി. അപ്പോൾ നമ്മൾക്ക് കിട്ടിയതിനൊക്കെ കൂടുതൽ അവിടെ പോയിട്ടുണ്ട്.
ഈ കഫേയോട് ചേർന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ നമ്മുടെ നീളയുടെ ശരിക്കുള്ള റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ബർഗർ ഓർഡർ ചെയ്തിട്ട് നമ്മളിതിങ്ങനെ കഴിക്കാണ്. സോറി, ഞാൻ നേരത്തെ പറഞ്ഞ് 100 റുപ്പീസ് അല്ലേ, 90 റുപ്പീസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ 180 പിന്നെ 30 213 കറക്റ്റായിട്ട് നമുക്കിവിടെ ചിലവായി കേട്ടോ. കറക്റ്റാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇനി നമുക്ക് കുറച്ച് കറ്റാർ വാഴയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്, പക്ഷെ നമുക്കത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അവിടെ ഡബിൾ സ്റ്റാർ ഉണ്ട്, ഒരു ഡബിൾ സ്റ്റാറിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് നമ്മൾ ഫാൻസി കോസ്മെറ്റിക് ഐറ്റംസൊക്കെ നമ്മൾ അവിടെ നിന്നാണ് വാങ്ങാറ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒരു 2-3 സാധനങ്ങൾ വാങ്ങിയിട്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. 7:30 സമയം. അപ്പോൾ നമ്മൾ 2-3 സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയമായി വീട്ടിലെത്തിയപ്പം. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഷാമ്പു ആണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതെന്താ ഇങ്ങനെ വാങ്ങിയെന്ന് വിചാരിക്കേണ്ട, അത് കുറച്ചുകൂടെ ലാഭമാണ്, അതുകൊണ്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഡവിൻ്റെ ഷാമ്പും വിത്ത് കണ്ടീഷണറാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്, ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അന്ന് വാങ്ങിയപ്പോൾ മോള് ഹോസ്റ്റലിലാണ് കേട്ടോ. മോള് കൊണ്ടുപോയി കഴിഞ്ഞപ്പം എനിക്കില്ലാണ്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ഇത് അന്വേഷിച്ച് കുറേ ഷോപ്പുകളിൽ പോയി കിട്ടിയില്ല. അപ്പോൾ അത് ഇപ്പം ഇന്ന് കിട്ടിയപ്പോൾ വാങ്ങി കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ ഒരു ചെറുതും വാങ്ങിയിട്ടുണ്ട്, കാരണം അവൾ എന്തായാലും കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ഒരെണ്ണം വേണ്ടതെന്ന് വെച്ചിട്ട് മേടിച്ചതാണ്. പിന്നെ നമ്മൾ വാങ്ങിയത് ഗ്ലിസറിൻ ആണ് കേട്ടോ. ഗ്ലിസറിൻ ഇതുപോലെ 2 ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്, 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2 പെർഫ്യൂമാണ് വാങ്ങിയിട്ടുള്ളത്. ഒന്ന് ഡോവിൻ്റെ അല്ലേ ചേട്ടാ, ഡോവിൻ്റെ ഫ്രാഗ്രൻസും ലെമണിൻ്റെ ഫ്രാഗ്രൻസും. 2 പെർഫ്യൂം. ഓക്കെ 2 പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്. പെർഫ്യൂം അല്ല ഇതിന് പറയാ, എന്താ പറയുക, അത്തർ എന്ന് പറയുക. അപ്പം അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും വാങ്ങിയിട്ടില്ല ഗൈസ്. പിന്നെ നമ്മളിട്ട ഈ ഒരു ഡ്രസ്സ് ഇപ്പോൾ വാങ്ങിയതാണ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, വേറെണ്ട് ഇട്ട് നോക്കിയതാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്, നല്ല മെറ്റീരിയലാട്ടോ. അപ്പം നമ്മൾ ടീഷർട്ട് വാങ്ങാൻ കയറിയതാണ്. നമ്മൾ ഒറ്റപ്പാലം അറേബ്യൻ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ചെറിയൊരു ഷോപ്പുണ്ട് സർപ്ലസിൻ്റെ. അപ്പം അതിൽ നിന്നാണ് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയത്. പക്ഷേ ടീഷർട്ട് നമുക്ക് അത്ര നല്ലതൊന്നും തോന്നിയില്ല കേട്ടോ, നല്ല പഴക്കമുള്ള പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം കണ്ടപ്പോൾ വീട്ടിലിടാൻ നല്ല സുഖമാണെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കേട്ടോ. ഒരു 2-3 ഡ്രോപ്സ് ഗ്ലിസറിനും 2-3 ഡ്രോപ്സ് റോസ് വാട്ടറും കൂടെ നമ്മൾ കോട്ടണിലേക്ക് മിക്സ് ചെയ്യാണ്. എന്നിട്ട് കോട്ടൺ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ടാബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ മുഖത്തിന് നല്ല തിളക്കവും നിറവും വർദ്ധിക്കാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അലർജിയുടെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ നല്ല സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ മുഖത്തിനും നല്ലതാണ്, തിളക്കം വരാനും ഒക്കെ നല്ലതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി.